ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് ചക്ക അടയ്ക്കുള്ള ചക്കപ്പഴം എങ്ങനെ റെഡിയാക്കാമെന്നാണ്. ഇപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് ചക്കപ്പഴത്തിൻ്റെ സീസണാണ്. ഇപ്പോൾ നമുക്കിവിടെ ലുലുവിലും ചക്ക ഫെസ്റ്റ് നടക്കുകയാണ്. അങ്ങനെ ഞാൻ 2 കഷ്ണം ചക്ക മേടിച്ചു. അതിൻ്റെ ചകണിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ മാറ്റി ഞാൻ ചെറുതായിട്ടിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ചക്കപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് അടച്ചു വെച്ചു. ഇനി നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തു. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇളക്കി നോക്കുമ്പോൾ ഈ രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് ഇത് എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുമ്പിളപ്പം അല്ലെങ്കിൽ ചക്കയുടെയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ചിലർക്കൊക്കെ കഴിക്കുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരും ഒത്തിരി നേരം മെനക്കെടാതെ എളുപ്പത്തിൽ നമുക്ക് കുമ്പിളപ്പം അല്ലെങ്കിൽ ചക്കയുടെയൊക്കെയുള്ള ചക്കപ്പഴം ഈ രീതിയിലാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് ഹൽവയുടെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.